പാർലമെന്റിൽ പ്രതിപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സ്പീക്കർ ഓം ബിർള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന സ്പീക്കർ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച ലോക്സഭ വീണ്ടും ചേർന്നതിന് പിന്നാലെയായിരുന്നു സ്പീക്കറുടെ പരാമർശം. कांग्रेस पार्टी के कई सदस्य माननीय प्रधानमंत्री जी के आसन पर पहुंचकर कोई भी अप्रत्याशित घटना कर सकते थे। ये दृश्य मैंने सदन में देखा भी सही। अगर ये घटना हो जाती तो ये अत्यंत अप्रिय दृश्य देश के लोकतांत्रिक परंपराओं को तार तार कर देता। इसको टालने के लिए मैंने माननीय प्रधानमंत्री से आग्रह किया कि उन्हें सदन में नहीं आना चाहिए. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ലോക്സഭ പാസാക്കുകയായിരുന്നു. നാളെ രാവിലെ 11 മണിവരെ സഭ പിരിയുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, തുടർച്ചയായ 4ാം ദിനവും വലിയ പ്രതിഷേധമാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. അതിനിടയിലാണ് ഇപ്പോൾ സ്പീക്കറുടെ ഈ ഗുരുതര ആരോപണം കൂടി വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷം, മുൻപൊരിക്കലും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള രംഗങ്ങളും സംഭവങ്ങൾക്കുമാണ് കഴിഞ്ഞ 4 ദിവസമായി പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഇന്ന് സ്പീക്കർ ഓം ബിർള 3 മണിക്ക് നടത്തിയ പ്രസ്താവന എന്നുള്ളത് മുൻപ് അപൂർവമായി അല്ലെങ്കിൽ ഒരിക്കലും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ്. ലോക്സഭയിൽ സംസാരിക്കാൻ എത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ അനുചിതമായ ചില നടപടികൾക്ക് സാധ്യതയുണ്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും എന്നാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ലോക്സഭയിൽ വൈകിട്ട് 5 മണിക്ക് സംസാരിക്കും എന്ന് ആശയവിനിമയം നടത്തിയിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും. തുടർന്ന് 3 മണിക്ക് സഭ പിരിഞ്ഞ് ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ് 5 മണിക്ക് സമ്മേളിക്കാൻ നിശ്ചയിച്ചിരുന്നു. 5 മണിക്ക് എന്നാൽ സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ, അത് വനിതാ അംഗങ്ങൾ, പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് സമീപം എത്തിയിരുന്നു. ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി സഭയിലേക്ക് എത്തുമ്പോൾ അനുചിതമായ പ്രവൃത്തിക്ക് സാധ്യതയുണ്ടായിരുന്നു എന്ന് സ്പീക്കർ ഓം ബിർള തന്നെ ആരോപിക്കുന്നത്. തുടർന്ന് താനാണ് പ്രധാനമന്ത്രിയോട് സഭയിലേക്ക് വരേണ്ടതില്ല എന്ന് അഭ്യർത്ഥിച്ചത്. പ്രധാനമന്ത്രി അത് അംഗീകരിച്ചാണ് സഭയിൽ ഇന്നലെ എത്താതിരുന്നത്. ഇതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു എന്നും സഭയുടെ അന്തസ്സ് ഹനിക്കുന്ന നടപടിയാണ് കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള വിമർശനവും ഓം ബിർളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉച്ചയ്ക്ക് 12 മണിയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഒഴിവാക്കിക്കൊണ്ട് പകരം നന്ദി പ്രമേയം വോട്ടിനിട്ട് ശബ്ദ വോട്ടോടെ പാസ്സാക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ അതിനുശേഷം സഭ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ് 2 മണിക്ക് സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്രധാനമന്ത്രി ഒളിച്ചോടി എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇതിന് മറുപടി എന്ന നിലയിൽ കൂടിയാണ് 3 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ഇത്തരത്തിലൊരു വിശദീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത്, കൂടാതെ മുൻ കരസേനാ മേധാവി ജനറൽ എം നർവാനയുടെ പുസ്തകത്തിലെ ചൈന ഇന്ത്യ സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി എന്ന് പറയുന്ന പരാമർശം, ഇതോടൊപ്പം തന്നെ US ുമായുള്ള വ്യാപാര കരാർ, ഈ 3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ ലോക്സഭയിൽ തുടരുകയാണ്. അതേസമയം രാജ്യസഭയിലും ഇന്ന് സമാനമായ, അല്ലെങ്കിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത കാര്യം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിക്കുകയും അത് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വഴിവെക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് എന്ത് മറുപടി നൽകും പ്രധാനമന്ത്രി എന്നുള്ളതാണ് രാജ്യം കാത്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ലോക്സഭയിൽ ഇങ്ങനെ തുടർ പ്രതിഷേധങ്ങളാണല്ലോ ബൽറാം. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ? കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ച് സഭ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചർച്ചയടക്കം പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ ബൽറാം? ഉന്മേഷ്, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബഹളത്തെ തുടർന്ന് സഭ പിരിയുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു സമവായ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ സർക്കാർ ഉൾപ്പെടെ തേടിയിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് സഭ സമ്മേളിച്ച ഘട്ടത്തിലാണ് ഈ കോൺഗ്രസിന് എതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP അംഗം നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നും നെഹ്റു കുടുംബത്തിനെതിരായ പരാമർശങ്ങളുള്ള പുസ്തകങ്ങൾ സഭയിൽ ഉയർത്തിക്കാണിച്ച നടപടി ഉൾപ്പെടെ ഉണ്ടായത്. അത് പ്രതിപക്ഷത്തെ
ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് പ്രതിഷേധം കടുപ്പിക്കാനും ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയതും തുടർന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ നടക്കാതെ പോയതും. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും ചില കൂടിയാലോചനകൾ നടന്നിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി സ്പീക്കറുമായി ആശയവിനിമയം നടത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് സഭാ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതാക്കളുമായി സ്പീക്കർ ഓം ബിർള ചർച്ച നടത്തിയിരുന്നു. എന്നാൽ സമവായത്തിനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പല തവണ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ, അത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതും നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഉൾപ്പെടെയുള്ളവയിൽ സമവായത്തിന് തയ്യാറായില്ല പ്രതിപക്ഷം. തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം, മറുപടി പ്രസംഗം ഉൾപ്പെടെ ലോക്സഭയിൽ നടക്കാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. എന്തായാലും ലോക്സഭയിൽ ഇനി ഏത് തരത്തിലായിരിക്കും ഒരു സമവായം സാധ്യമാവുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല. ബജറ്റിലുള്ള ചർച്ചകളാണ് അടുത്ത ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സമവായത്തിനുള്ള സാധ്യതകൾ ഇപ്പോഴും തേടുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.